നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി കർഷക സംഘടനകൾ. പട്ടിക വിഷയങ്ങളും വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. സമരങ്ങളെ നിഷേധത്തോടെയാണ് സർക്കാർ കണ്ടതെന്ന അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കുമെന്നും റസാഖ് ചൂരവേലി സിറ്റി വിഷനോട് പറഞ്ഞു. വനം മന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. സുമിനസ് നെടുങ്ങാടാണ് AK ശശീന്ദ്രനെതിരെ മത്സരിക്കുക. എല്ലാ ജില്ലകളിലും സർക്കാരിനെതിരായ പ്രചാരണം ഉണ്ടാകുമെന്നും 3 മുന്നണികളുടെയും പ്രകടന പത്രിക പരിശോധിച്ച നിലപാടെടുക്കും. കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അംഗീകരിച്ചത് UDF ആണ്. അക്കാര്യങ്ങൾ പ്രകടന പത്രികയിലുണ്ടായാൽ UDFന് പരസ്യ പിന്തുണ നൽകുമെന്നും റസാഖ് ചൂരവേലിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള റവന്യൂ നിയമങ്ങൾ, അതുപോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, നിർമ്മാണ നിരോധനം അടക്കമുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ഇപ്പോഴും അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഈ ഒട്ടനവധി സമര പരിപാടികളെ ഇത്ര നിഷേധത്തോടെ കണ്ട ഒരു കാലഘട്ടം പോലും കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ ഇക്കാര്യങ്ങൾ തുറന്ന് ജനസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ്റെ മണ്ഡലത്തിൽ, എലത്തൂർ മണ്ഡലത്തിൽ ഞങ്ങൾ പൊതുവായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. സുമിൻ S നെടുങ്ങാടൻ. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. എന്നതുപോലെ തന്നെ ഓരോ ജില്ലയിലും കർഷക പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ മാനുഷിക സാമൂഹിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാത്ത ഈ സർക്കാരിനെ തുറന്നു കാണിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് 3 മുന്നണികളുടെയും പ്രകടന പത്രികകൾ പരിശോധിക്കാനും നിലപാടുകൾ പരിശോധിക്കാനും തുടർന്ന് വ്യക്തമായ ഒരു നിലപാടിലേക്ക് വരുന്ന ആഴ്ചയോടുകൂടി എത്താനുമാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. നമ്മളിപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രാദേശികമായി മലയോരം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സ്റ്റേറ്റ് ലെവലിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ പരിഹാരമായിട്ട് നമ്മൾ വച്ച നിർദ്ദേശങ്ങളെ സമ്പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് UDF ആണ്. അത് അവരുടെ പ്രകടന പത്രികയിൽ വരികയും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പരസ്യ പിന്തുണയ്ക്ക് തന്നെ തയ്യാറാകുന്ന സാഹചര്യമാണ് ഉള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, സ്വതന്ത്ര കർഷക സംഘടനകൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുകയാണോ? എന്താണ് വിവരങ്ങൾ? വിഷ്ണുപ്രിയ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി കർഷക സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കർഷക സംഘടനകൾ, ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ, അതിജീവന പോരാട്ട വേദി അടക്കം അവരുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. എന്തായിരുന്നാലും UDFന് അനുകൂലമായ ഒരു നിലപാടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അവർ ആ കാര്യം വ്യക്തമാക്കിയതാണ്. ഈ നിലനിൽക്കുന്ന കേരളത്തിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങളും പട്ടയ വിഷയങ്ങളും അതേപടി നിലനിൽക്കുന്നു എന്ന വാദമാണ് ഇപ്പോഴും ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ ഉന്നയിക്കുന്നത്. നിയമ ഭേദഗതി അടക്കം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും ശാശ്വതമായൊരു പരിഹാരമല്ല, അതെല്ലാം നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ വനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള, വനം വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിജീവന പോരാട്ടവേദി അടക്കമുള്ള കർഷക സംഘടനകൾ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അവർ കൃത്യമായ നിലപാടാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായിരുന്നാലും സർക്കാരിൻ്റെതായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രചാരണവുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് അതിജീവന പോരാട്ടവേദി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിജീവന പോരാട്ടവേദിയുടെ റസാഖ് ചൂരവേലി നൽമോട് ആ കാര്യം വിശദമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലടക്കം വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. വന്യജീവി ആക്രമണം, അതുപോലെ തന്നെ ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ, വനവ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം, ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അതിജീവന പോരാട്ടവേദി അടക്കമുള്ള സ്വതന്ത്ര കർഷക സംഘടനകൾ കാലങ്ങളായി സമരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ആ സമരങ്ങളോടെല്ലാം മുഖം തിരിക്കുന്ന നിലപാടാണ് സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങളെല്ലാം ജനങ്ങളുമായി സംവദിക്കും, തുറന്നു കാണിക്കുമെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ അതാത് വിഷയങ്ങൾ, ഓരോ ജില്ലയെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന് വ്യക്തമാക്കുന്നു.
ക്ഷമിക്കണം. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം അവർ പറയുന്നത് UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന ഉറപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ അവരിപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ UDF അധികാരത്തിലെത്തിയാൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കും, ഇല്ലെങ്കിൽ സ്വതന്ത്ര കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ പൂർണ്ണതോതിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് UDF ആണ്, കോൺഗ്രസ് ആണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ UDF-ന്റെ ഈ പ്രകടന പത്രികയിൽ കൂടി ഉണ്ട് എങ്കിൽ അതൊരു ഉറപ്പായി തന്നെയാണ് അപ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ UDF-ന് പരസ്യമായ പിന്തുണ നൽകുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് ഈ അതിജീവന പോരാട്ടവേദി അടക്കമുള്ള കർഷക സംഘടനകൾ നിലപാടെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികകളെ വിശദമായി പരിശോധിക്കും. ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുമ്പോട്ടുള്ള നിലപാട് ഓരോ ജില്ലകളിലും സ്വീകരിക്കുക എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് സ്വതന്ത്ര കർഷക സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുന്നില്ല. അത് UDF-ന് അനുകൂലമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിരോധം തീർത്ത് പ്രചരണ രംഗത്ത് സജീവമായി തന്നെ എല്ലാ ജില്ലകളിലും സ്വതന്ത്ര കർഷക സംഘടനകൾ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി, ഇല്ലെങ്കിൽ തീരുമാനം കൂടി നമ്മളെ അറിയിക്കുകയാണ് റസാഖ് ചൂരവേലി അടക്കമുള്ള സ്വതന്ത്ര കർഷക സംഘടനാ നേതാക്കൾ. വിഷ്ണുപ്രിയ. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജാക്കാർ.